നമസ്കാരം സുഹൃത്തെ, സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് വിഷയത്തിലോട്ട് കടക്കാം. ഈ ലോകത്ത് കോടാനക്കോടി ജീവികളുണ്ട്. ഈ ജീവികളിൽ മനുഷ്യനൊഴികെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഏകദേശം ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് സാമ്യമായിട്ടുള്ള കഴിവുകളാണ്, സാമ്യമായിട്ടുള്ള രീതികളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള പശുവും അപ്പുറത്തെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ നാട്ടിലെ വീട്ടിലൊരു പശുവും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു ശൈലിയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് മാനുകളും സിംഹങ്ങളും. ഇതുപോലെ ഏകദേശം എല്ലാ ജീവികളിലും, ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. അതിൽ നിന്നും ഏറെ വ്യത്യാസമായി വലിയ കഴിവുകളുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവി തന്നെയാണ് ഞാനും നിങ്ങളടങ്ങുന്ന ഈ മനുഷ്യന് എന്നുള്ള ജീവി. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഒരു ശക്തി തന്നെയാണ്. ഇതിൽ നിന്നും മനുഷ്യനെ അത്ഭുതമാക്കി മാറ്റുന്നത്, ഇനി ആ മനുഷ്യന് കൊട്ടാരങ്ങൾക്കിടയിൽ ജീവിക്കുന്നവർക്കിടയിലാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിലും, അതുപോലെ ചെറിയ കുടിലുകളിൽ ജീവിക്കുന്നവർക്കിടയിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിലും, തെരുവുകളിലാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിലും, ഏതെങ്കിലും അനാഥാലയത്തിലെ അധികൃതർക്ക് എവിടുന്നെങ്കിലും കളഞ്ഞു കിട്ടിയ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിലും, ഇതൊന്നും ഒരു മനുഷ്യൻ്റെ അത്ഭുതത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ബുദ്ധിമാന്ദ്യമുള്ള ആളുകളുണ്ട്. അവരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റും, നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഒക്കെ നമുക്ക് പല തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. രാജ്യങ്ങൾ ഭരിക്കുന്ന മനുഷ്യരുണ്ട്. അതുപോലെ ചന്ദ്രനുകളിലും മറ്റും പോയിട്ട് അത്ഭുതങ്ങൾ കണ്ടുപിടിക്കുന്ന, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യരുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മനുഷ്യർ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ വൈകാരികമായി അടിമപ്പെട്ടു പോകുന്ന മനുഷ്യർ, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന മനുഷ്യർ, ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനുഷ്യർ, പാട്ടുകൾ പാടുന്ന മനുഷ്യർ, ഇങ്ങനെ പല തരത്തിൽ പല കഴിവുകളുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു പ്രത്യേകത തന്നെയാണ് മനുഷ്യനെന്ന ജീവിയെ അത്ഭുതമുള്ളൊരു ജീവിയാക്കി മാറ്റാനുള്ള കാരണം. ഒരു മനുഷ്യന് അവൻ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ അവന് പ്രോഗ്രാം ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു മനുഷ്യനുണ്ട്. ഇതാണ് ഒരു മനുഷ്യനെന്ന ജീവിയെ വളരെ അത്ഭുതമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്രത്യേകത ഒന്നും അറിയാതെ ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഇത് ഞാനൊന്നും, അവരൊക്കെ വലിയ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിടയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ പല തരത്തിലെത്തിയ ആളുകൾ, പല ഉന്നതിയിലെത്തിയ ആളുകൾ, പല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ, ഈ മനുഷ്യരെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അവരെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനുകളിൽ നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഇതിൻ്റെ കാര്യകാരണങ്ങൾ, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇത്രയും നേരം സമാധാനത്തോടു കൂടി കണ്ട നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.